ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റേജിൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളിതേ തൃശ്ശൂരാണുള്ളത്. എൻ്റെ പപ്പയും അമ്മയും വരുന്നുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന്. പപ്പയും അമ്മയും അനിയനും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ വന്നതാണ്. അപ്പം അവർ വരുന്ന ഒരു ട്രെയിനായിരുന്നു വരുന്നത്. അപ്പം ഞങ്ങൾ അവർ വരുന്നവരെ ഞങ്ങളൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ശോഭ സിറ്റിയിൽ വന്നു. അപ്പം അതിന് മുമ്പേ ഞങ്ങൾ സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ സൂ കണ്ടിട്ടില്ലായിരുന്നു, തൃശ്ശൂർ സൂ. അപ്പം എന്നെയും കൊണ്ടായിട്ട് സൂവിൽ പോയി. ഞങ്ങൾ സൂവിലൊക്കെ കുറച്ച് നേരം കറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ശോഭ സിറ്റിയിൽ വന്നു. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒന്ന് ഫ്രഷായി. കാരണം ഞങ്ങൾ ഏർലി മോർണിംഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന്. അപ്പം ഞങ്ങൾ അതേ സൂവിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ജസ്റ്റ് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പപ്പേനെയും അമ്മേനെയും പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി പിക്ക് ചെയ്തു. പപ്പേനെയും അമ്മേനെയും ബ്രദറിനെയും പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ബാബറേബ്യയിൽ വന്നു. ബാബറേബ്യയിൽ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതേ പപ്പ അമ്മ അനിയനാണിത്. അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത്. പിന്നെ ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഫിഷ് ടാങ്കും നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഇവിടെ തൃശ്ശൂർ ബാബറേബ്യയിൽ. പിന്നെ ഞങ്ങളിത് എല്ലാവരും ഇരുന്നു അങ്ങനെ ഫുഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് എല്ലാവരും മുഖത്തും ഭയങ്കര ഒരു സന്തോഷം എല്ലാം ഉണ്ട്. എന്താ പറയുക, നമ്മളെ വീട്ടിലോട്ട് പുതിയൊരു അതിഥി വരാനുള്ളൊരു ഇതായിരുന്നു. അത് നമ്മൾ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങൾ തൃശ്ശൂരുള്ള നെക്സയുടെ ഷോറൂമിലോട്ട് കയറുവാണ്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം പപ്പയും അമ്മയും അനിയനും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം എന്താ പറയുക, നമ്മൾ വണ്ടി എടുത്ത സമയത്തും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഒരു 13-ാം തീയതിയാണ് ഞങ്ങളെ വണ്ടി എടുക്കുന്നത്. 13-ാം തീയതി ആയിരുന്നു. പിന്നത്തെ മാസത്തെ 13-ാം തീയതി ആയിരുന്നു ഈ വണ്ടിയും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൈൻ ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് കാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നെക്സയുടെ ഒരു പുതിയൊരു ഒരു കാറായിരുന്നു. അപ്പോൾ പിന്നെ അവരെ വക നമുക്കൊരു കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയനും കൂടെ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങളത് എല്ലാവർക്കും കൊടുത്തു. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പം ഏട്ടൻ്റെ ഷൂട്ടിൻ്റെ ഒരു അവൈലബിലിറ്റി നോക്കിയിട്ടായിരുന്നു നമ്മൾ കാറ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏട്ടനും വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ കോഴിക്കോട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് നിന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച കളർ കിട്ടിയില്ല. അപ്പം തൃശ്ശൂർ ഷോറൂമിലായിരുന്നു നമ്മൾ വിചാരിച്ച കളർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആളുടെ കെയർ ഓഫിൽ അങ്ങനെ നമുക്ക് വിചാരിച്ച കളർ തന്നെ കിട്ടി. നല്ലൊരു എക്സിക്യൂട്ടീവും ആയിരുന്നു. അപ്പോൾ നമുക്ക് അവരെല്ലാം അറേഞ്ച് ചെയ്ത് തന്ന് നമ്മൾ കാർ എടുത്ത്. അപ്പം നമുക്കൊരു എന്താ പറയുക, പെട്രോൾ അലവൻസ് ഇതുപോലെ അവർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ കയറി, പുതിയ കാറിൽ കയറിയിട്ട് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിലെല്ലാവരും കൂടെ ഒന്നിരുന്ന് ആദ്യമായിട്ടുള്ളൊരു ഡ്രൈവ് പോവാം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ അതിൽ തന്നെ അങ്ങോട്ട് പോയി. ഞങ്ങളെ വണ്ടി ഷോറൂമിൻ്റെ ഫ്രണ്ടിലിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ കാറിൽ അങ്ങോട്ട് പോയി. നല്ല കംഫർട്ടബിൾ ഡ്രൈവായിരുന്നു, നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുതുക്കാട് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. പപ്പയും അമ്മയും എന്തായാലും ഷോറൂം അതിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവർ തിരിച്ച് കോഴിക്കോട് പോയി. അപ്പം ഒരു ഹാപ്പിനെസ് ഒരു ഡേ ആയിരുന്നു.